നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കായി സർക്കാർ നിർമ്മിച്ചു നൽകുന്ന ടൗൺഷിപ്പിലെ വീട്ടിൽ വിള്ളൽ കണ്ടെത്തിയെന്ന ആരോപണം കഴിഞ്ഞ ദിവസമൊക്കെ ഉയർന്നതാണ്. ഈ ആരോപണങ്ങൾക്ക് പിന്നാലെ ടൗൺഷിപ്പിലെ വീട് നേരിട്ട് സന്ദർശിച്ചിരുന്നു കഴിഞ്ഞ ദിവസം മന്ത്രി കെ രാജൻ. മേൽക്കൂരയിൽ വെള്ളം കിനിഞ്ഞു വന്ന പാടുണ്ട് എന്നല്ലാതെ വീട്ടിൽ അവിടെ വിള്ളൽ ഉണ്ടായിട്ടില്ല എന്നാണ് മന്ത്രി പറഞ്ഞത്. വിള്ളൽ കണ്ടെത്തിയ വീടിന്റെ മേൽക്കൂരയിൽ മന്ത്രി തന്നെ നേരിട്ട് ഉരച്ചു നോക്കി പരിശോധനയും നടത്തി. വെള്ളം കിനിയുന്നില്ലെന്ന് ഉറപ്പാക്കി വാട്ടർ പ്രൂഫിംഗ് കൂടി പൂർത്തിയാക്കിയ ശേഷം മാത്രമേ വീടുകളിൽ ആളുകളെ താമസിപ്പിക്കുകയുള്ളൂ. ഇത് സാധാരണ വിള്ളലാണെന്ന സംശയം ആർക്കെങ്കിലും ഉണ്ടോ? എനിക്ക് സംശയമില്ല. മേൽക്കൂരയിൽ വിള്ളൽ ഉണ്ടോ എന്ന് പറയപ്പെടുന്ന ഭാഗം ഉരച്ചു നോക്കിയ ശേഷം മന്ത്രി പറഞ്ഞു. ദുരന്തബാധിതർക്ക് 20 മാസവും വാടകയും ദിനപത്തെയും കൂപ്പണും മുടങ്ങാതെ നൽകിയിട്ടുണ്ട് എന്നും മന്ത്രി വ്യക്തമാക്കി. എന്തായാലും ആ വിള്ളൽ അത് പാട് മാത്രമാണ് എന്നാണ് മന്ത്രി പറഞ്ഞത്. ഈ വിഷയത്തിൽ പ്രതികരണവുമായി രാഹുൽ മങ്കൂട്ടത്തിൽ MLA രംഗത്ത് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ മന്ത്രി ഈ വിള്ളൽ വായിക്കുന്ന ഫോട്ടോ പങ്കുവച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇപ്രകാരമാണ്. രാഹുൽ മങ്കൂട്ടത്തിൽ: തള്ളലും വിള്ളലും കൊള്ളയും ഒരാളുങ്കലിനെ കൊണ്ട് ഊറ്റിയതിന്റെ കണക്ക് പറയിക്കും ശവന്തീനികളെ എന്നായിരുന്നു രാഹുൽ മങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതിന് മറുപടിയായിട്ട് ഒരുപാട് കമന്റുകൾ രാഹുൽ മങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴിൽ വരുന്നുണ്ട്. അതിൽ ഒരാൾ പറയുന്നത് ഇപ്രകാരമാണ്. അതായത് ഒരാളിനെ കൊണ്ട് ഊറ്റിയതിന്റെ കണക്ക് പറയിക്കും ശവന്തീനികളെ എന്ന് പറയുന്ന രാഹുലെ, അതിനു മുൻപ് നീ മരുന്ന് കൊടുത്തു കൊന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ ഇനി പുറത്തു വരാത്ത നിന്റെ പോസ്കോ ഉൾപ്പെടെ നിന്റെ ഹെഡ് മാസ്റ്റർ കൊണ്ട് കണക്ക് പറയാൻ റെഡി ആയിരുന്നോ എന്നാണ് ഒരാൾ കമന്റ് കുറിച്ചിരിക്കുന്നത്. നീ മുക്കിയ കണക്കും നീ കലക്കിയ ഗർഭവും നിനക്ക് തന്നെ ഓർമ്മയുണ്ടോ എന്ന് മറ്റൊരാൾ കമന്റിലൂടെ ചോദിക്കുന്നുണ്ട്. നീ ആദ്യം കൊന്നുകളഞ്ഞ കുഞ്ഞുങ്ങളുടെ കണക്ക് പറ, എന്നിട്ട് മതി മറ്റുള്ളവരുടെ കണക്ക് തീർക്കൽ എന്ന് മറ്റൊരാൾ പറയുന്നുണ്ട് കമന്റിലൂടെ. എന്തായാലും രാഹുൽ ഇത്തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. അതിന് കമന്റുമായി നിരവധി പേർ കമന്റ് ബോക്സിൽ കമന്റുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതേസമയം ഈ വയനാടുമായി ബന്ധപ്പെട്ട് നേരത്തെയും രാഹുൽ മങ്കൂട്ടത്തിൽ സർക്കാരിനെതിരെ നിർണായകമായ വിമർശനം ഉന്നയിച്ചിരുന്നു. രാഹുൽ അന്ന് പറഞ്ഞ ആ വാക്കുകളിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോവുകയാണ്. അതെ, വീണ്ടും വയനാട് തന്നെയാണല്ലോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇന്നാണ് KPCC പ്രസിഡന്റ് വളരെ വിശദമായി തന്നെ കോൺഗ്രസ് പിരിച്ച കണക്കിനെ പറ്റിയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പിരിച്ച കണക്കിനെ പറ്റിയും ഒക്കെ വിശദമാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് ആ കണക്കുകൾ പറയാം. ഒന്ന്, യൂത്ത് കോൺഗ്രസ് ആകെ പണം പിരിച്ചത്, അത് ഏതെങ്കിലും വ്യക്തിയിൽ നിന്ന് പിരിച്ചിട്ടില്ല, ഒരുപാട് ചലഞ്ചുകൾ വഴി പിരിച്ചത് 1,05,00,000 രൂപ. KPCC ആപ്പ് വഴി പിരിച്ചത് ഏതാണ്ട് 4,33,00,000 രൂപ. മൊത്തത്തിൽ 5,38,21,632 രൂപയാണ് KPCCയും യൂത്ത് കോൺഗ്രസും കൂടെ ചേർന്ന് പിരിച്ചത്. ഇനി ഈ ആപ്പുകളുടെ നിർമ്മാണവും ചെലവും അത്തരം കാര്യങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് 9,30,000 രൂപ ചിലവായിട്ടുണ്ട്. ഒന്നാം ഘട്ട ഭൂമി ഏറ്റെടുക്കലും രജിസ്ട്രേഷനും വേണ്ടിയിട്ട് 3,60,36,385 രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. അതിൻ്റെ ബാക്കി ഇനി 1,60,55,247 ഉണ്ട്. രണ്ടാം ഘട്ട ഭൂമിയുടെ വില 2,50,30,212 രൂപയാണ്. അപ്പോൾ ആകെ ചെലവ് 6,27,96,597 രൂപയാണ്. രജിസ്ട്രേഷൻ അടക്കമുള്ള ചെലവിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയുമാണ് ചെലവായതെന്നും ഇത്രയുമാണ് പിരിച്ചതെന്നും പറഞ്ഞ് കണക്കാകെ പുറത്തേക്ക് വന്നപ്പോൾ നമ്മുടെ സംവാദമുങ്ങിയായ ശ്രീ പിണറായി വിജയൻ്റെ പാർട്ടിക്കാർ ഒരു പുതിയ സ്ക്രീൻഷോട്ടുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ് ആപ്പ് വഴി പിരിച്ചത് 54,49,78,56 രൂപയാണത്രേ. ഈ ഒരു സ്ക്രീൻഷോട്ട് കേരളത്തിൽ വ്യാപകമായി CPMന്റെ സൈബർ സ്പേസ് പ്രചരിപ്പിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എന്ത് വൃത്തികേടും എത്ര ഹീനമായ മാർഗവും ഒക്കെ പ്രചരിപ്പിക്കാനായിട്ട് വലിയ മിഷണറി ഉള്ള ആളുകൾക്ക് ഇത് പ്രചരിപ്പിക്കുന്നതിനകത്ത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തായാലും KPCC പ്രസിഡന്റ് അത് കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി തിരിച്ച് ഒരു വെല്ലുവിളി സംവാദം മുങ്ങിയായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് പറയുന്നു. കേരള പോലീസ് ഇപ്പോഴും അങ്ങയുടെ നിയന്ത്രണത്തിൽ തന്നെയാണല്ലോ. നിങ്ങളുടെ പാർട്ടിക്കാർ പറയുന്നത് പോലെ 54,49,78,56 രൂപയാണ് ആപ്പ് മുഖേന കോൺഗ്രസ് പിരിച്ചതെങ്കിൽ കേരള പോലീസ് വിചാരിച്ചാൽ 5 മിനിറ്റ് വേണ്ട എത്ര രൂപ പിരിച്ചു എന്ന് കണ്ടെത്താൻ. കാരണം ആപ്പിലേക്ക് ലിങ്ക് ചെയ്തിരിക്കുന്ന അക്കൗണ്ട് എത്ര വന്നു എളുപ്പം കണ്ടുപിടിക്കാം. യൂത്ത് കോൺഗ്രസിന്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് തരാം. ഈ പണം എത്ര രൂപ പിരിച്ചു എന്ന് വെച്ചിട്ട് സംവാദം മുങ്ങിയായ ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ വിട്ടേക്കും. അദ്ദേഹവുമായിട്ട് നിങ്ങൾ സംവാദം വേണ്ട. കേരളത്തിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകനുമായിട്ടെങ്കിലും സംവാദത്തിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാണോ? 1. 2, ഞങ്ങളുടെ സുതാര്യമായ കണക്കുകൾ പറഞ്ഞു. ഇനി നിങ്ങൾ പറയണം. 20 കോടി രൂപ DYFI പിരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് 5 കോടിയെ കോൺഗ്രസ് പിരിച്ചുള്ളൂ എന്നൊക്കെ പറയുന്ന ആളുകളോട് ചോദിക്കാനായിട്ടുള്ളത്, ഇന്ത്യ മുഴുവൻ CPM പിരിച്ചത് ആകെ 90 ലക്ഷമാണ്. അപ്പോൾ ചോദിക്കും DYFI 20 കോടി പിരിച്ചില്ലേ എന്ന്. അങ്ങനെ നോക്കിയാൽ കോൺഗ്രസ് പിരിച്ചു, യൂത്ത് കോൺഗ്രസിന്റെ ഫണ്ട് കളക്ഷൻ ഉണ്ടായിരുന്നു. അതുകൂടാതെ ലീഗാണ് ആദ്യം ഫണ്ട് കളക്ഷൻ ആരംഭിച്ചത്. ഏതാണ്ട് 36 കോടി രൂപയാണ് ലീഗ് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് സംഭാവനയായി പിരിച്ചെടുത്തിട്ടുള്ളത്.
അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഏതാണ്ട് 40 കോടിക്ക് മുകളിലാണ് UDF എന്ന നിലയിൽ ഞങ്ങൾ പിരിച്ചിരിക്കുന്നത്. മാത്രമല്ല 200 വീടാണ് ഞങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പോൾ അത് മൊത്തത്തിലുള്ള കണക്കെടുക്കുമ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി തിരിച്ചുള്ള ചോദ്യം, 20 കോടി എന്ന DYFIയുടെ കണക്കിനെ പറ്റിയിട്ടുള്ള സുതാര്യമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾ പുറത്തുവിടാമോ? നിങ്ങൾ പറയുന്നു ഒരാളിൽ നിന്നും പണം പറ്റിയിട്ടില്ല എന്ന്, വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്നു. അത് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ? ഒരാളിൽ നിന്ന് പോലും പണം നിങ്ങൾ കൈപ്പറ്റിയിട്ടില്ല എന്ന്. നിങ്ങൾ പറയുന്നത് കേരളം മുഴുവൻ ആക്രി വിറ്റും പേപ്പർ വിറ്റിട്ടുമൊക്കെയാണ് നിങ്ങൾ ഈ പണം കണ്ടെത്തിയതെന്നാണ്. അങ്ങനെയാണെങ്കിൽ DYFIയെ വെല്ലുവിളിക്കുന്നു, സർക്കാരിനെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ ആ കണക്ക് പുറത്തേക്ക് വിടൂ. ഏത് ആക്രി കച്ചവടക്കാരനാണ് നിങ്ങൾ 20 കോടി രൂപയുടെ ആക്രി വിറ്റത്? അതല്ലെങ്കിൽ ഏത് പത്രക്കച്ചവടക്കാരനാണ് നിങ്ങൾ 20 കോടി രൂപയുടെ പത്രം വിറ്റത്? അതിന്റെ ഡീറ്റെയിൽസ് ഓരോ നിയോജക മണ്ഡലം തിരിച്ചിട്ടുള്ളത് വളരെ എളുപ്പം കിട്ടാമല്ലോ. എവിടെയാണ് വിറ്റിട്ടുള്ളത്, ആർക്കാണ് വിറ്റത്, അതിന്റെ റെസിപ്റ്റ്, ഇതടക്കമുള്ള സുതാര്യമായ കണക്ക് വെക്കാതിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ സർക്കാരിനെ പോലെ, സർക്കാർ ഊരാളുങ്കലിനെ ഉപയോഗിച്ച് ചെയ്യുന്നത് പോലെ തന്നെ മൃതശരീരങ്ങളുടെ പോക്കറ്റ് അടിക്കുന്ന, മൃതശരീരത്തെ കൊള്ളയടിക്കുന്ന ആളുകളാണ് നിങ്ങളെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ട്, സർക്കാർ എത്ര വെട്ടിച്ചു, DYFI എത്ര വെട്ടിച്ചു.